ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന കുറെ മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അറിഞ്ഞു. പക്ഷെ വട്ടിയൂർക്കാവ് ആരായിരിക്കും എന്നുള്ളത് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ. 3 സ്ത്രീകൾ അംഗം കുറിക്കാൻ ഇറങ്ങുകയാണ്. ത്രിമൂർത്തികളുടെ ഒരു അംഗം എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ച ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനായി പിടിവലികൾ ഇങ്ങനെ നടക്കുകയാണ്. ഇന്നടത്ത് മത്സരം, കാരണം ശോഭ നിന്നാൽ അവിടെ ജയം ഒരുപക്ഷെ കുറച്ച് വോട്ടുകൾക്ക് അസാധ്യമായി പോവുകയാണെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനവും ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യമൊക്കെ വളരെ കൂടുതലാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കോൺഗ്രസ് ആകെ നാണം കെട്ട് കിടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. CPM-ന് അത് എത്രത്തോളം കരുത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊരു പ്രധാന ചോദ്യമായി നിൽക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനാണ് എങ്കിൽ പാലക്കാട് BJP ജയിച്ചേനെ എന്ന് പറയുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ വന്നിരുന്നു. ഇത്തവണ അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ വരികയാണ്. പാലക്കാട് ഉറപ്പിക്കാമോ BJP-ക്ക്? പാലക്കാട് BJP ജയിക്കാനുള്ള സാധ്യത ആണ് ഇപ്പൊ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശോഭയാണ് സ്ഥാനാർത്ഥി. BJP ഒന്ന് ചിറങ്ങണം കേട്ടോ, അതാദ്യമേ പറയാം. അപ്പം ശോഭ എന്ന് പറയുന്ന ആള് തന്നെയാണ് പാലക്കാട് ഈ പറയുന്ന മണ്ഡലം BJP-യുടെ A ക്ലാസ് മണ്ഡലം ആക്കി മാറ്റിയത്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോഴാണ് BJP-ക്ക് ഏതാണ്ട് 14 നിന്നും 29 അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വലിപ്പത്തിൽ വോട്ട് ഷെയർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഞെട്ടിച്ചത്. BJP അവിടെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ആയിട്ട് മാറിയതും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJP-ക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം ആയിട്ട് മാറിയതും ശോഭാ സുരേന്ദ്രൻ വന്ന സമയത്താണ്. അതായത് 10-14% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനുശേഷം അവിടെ മത്സരിച്ചത് അദ്ദേഹമാണ്, ഈ മെട്രോമാൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹവും ജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഒരുപക്ഷെ ആ മെട്രോമാന് പകരം അവിടെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അന്ന് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ ജയിച്ചേനെ. കാരണം അവർ അത്രയ്ക്കൊരു പുള്ളിങ് കാൻഡിഡേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധന്യ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി BJP-ക്കാർ പിടിവലിക്കുന്നത്. ഞങ്ങൾക്ക് വേണം അവരെ നിർത്തിയാൽ ജയിക്കും, അല്ലെങ്കിൽ അവരെ ഇനി കൊള്ളാം, അല്ലെങ്കിൽ ജനപ്രതിയായാൽ കൊള്ളാം, നേതാവായ ആക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വോട്ട് പിടിക്കാൻ കൊള്ളാം, എല്ലാത്തിനും കൊള്ളാം, നല്ലൊരു നേതാവ് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഒരു വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കഴിയും. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു, ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് അല്ല, ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയും. ജയിക്കാൻ കാര്യം എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക അല്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് BJP മത്സരിച്ച് BJP-യോ കോൺഗ്രസോ എന്നുള്ള രീതിയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ വന്നത്. കാരണം 3-ാം സ്ഥാനത്തായി പോയി CPM. അവിടെ വളരെ വ്യക്തമായ അല്ലെങ്കിൽ ഈ പറയുന്ന അകൽച്ചയുണ്ട് CPM-ഉം 2-ാം സ്ഥാനവും തമ്മിൽ തന്നെ. 10, 12, 13% വ്യത്യാസം വോട്ടിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് അകത്തെ ചില കുഴപ്പങ്ങൾ, അത് BJP-ക്കാർ തന്നെയാണ് അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾക്ക് അത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തു. അതായത് BJP-ക്കാർക്ക് ഇടയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയോടും അല്ലെങ്കിൽ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളോടും അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കാത്തതിന്റെ കുഴപ്പം കൊണ്ടും അവിടെ BJP-ക്കാരുടെ തോറ്റുപോയെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ വരുത്തനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ജയിക്കത്തില്ല. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നത് പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. കൃഷ്ണകുമാറിനെ നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ജയിച്ചേനെ. ഇതിപ്പോ BJP-ക്കാർ മുഴുവൻ കോൺഗ്രസിന് കൊണ്ടുപോയി വോട്ട് കുത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാലക്കാട് ആ സമയത്ത്. അതെ. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ അവിടുത്തെ കോൺഗ്രസ് ബൈ ഇലക്ഷനിൽ വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ MLA ആക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നേക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ സ്ത്രീ വിഷയം വന്നു, അദ്ദേഹത്തെ പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കി. അടുത്ത പ്രാവശ്യം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥി അല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. സ്ഥാനാർത്ഥി അല്ലാതാകുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനോട് എടുത്ത തീരുമാനത്തിനകത്ത് കോൺഗ്രസിനകത്ത് അതൃപ്തിയുണ്ട്. കോൺഗ്രസിനകത്ത് ഈ തീരുമാനം ശരിയാണോ? ശത്രുക്കൾ അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞതല്ലേ? അതിനകത്ത് വ്യക്തത വരുത്തിയാണോ കോൺഗ്രസ് ആ തീരുമാനമെടുത്തത്? അയാൾക്ക് പറയാനുള്ളത് കേട്ടോ? അല്ലെങ്കിൽ അതിനകത്ത് മാധ്യമങ്ങളും അവർക്കെതിരെ കോൺഗ്രസിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും BJP ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഭാഗം പ്രതിപക്ഷ നേതാവ് തന്നെ ചില കളികൾ കളിച്ചു കോൺഗ്രസിലെ പല നേതാക്കളും അല്ലെങ്കിൽ പല പ്രവർത്തകരും ആരോപിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കണ്ട എന്ന് പറയുന്ന ആൾക്കാർ കൊണ്ട് കോൺഗ്രസിനകത്ത്. അപ്പൊ 2 ഭാഗം നിൽക്കുമ്പോൾ
കോൺഗ്രസിനകത്ത് അടുത്ത പ്രാവശ്യം ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ആ പാലക്കാട് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വളരെ പ്രയാസമാണ്, കുറവാണ്. മൂന്നാമത് നിൽക്കുന്ന, അതായത് പിന്നെ ജയിക്കാൻ അവിടെ മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ CPM-ഉം BJP അല്ലെ രണ്ടാമത് നിൽക്കുന്ന BJP-യും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണ്. അപ്പം ഇനി മത്സരം വരുമ്പോൾ കെ മുരളീധരനാണെന്ന് പറയുന്നത് കെ മുരളീധരനെ സംഭവിച്ചിട്ടില്ല. കെ മുരളീധരനെ ഓടിച്ചിട്ട് പിടിക്കാൻ അവിടെ നിൽക്കത്തില്ല. കാരണം ആരാ പറഞ്ഞെന്നറിയോ? കെ മുരളീധരൻ ആവണമെന്ന് പറഞ്ഞ ആരാ? VD സതീശൻ. എന്തിനാണെന്നറിയാം? ഒരു സാധനം അവിടെ കൊണ്ടങ്ങ് തീർന്നോട്ട്. ഇതങ്ങ് അവിടെ കൊണ്ട് പാലക്കാടാണ്. അയാളെ കൊണ്ടുപോയി നിങ്ങൾ ആനയാണ്, പുലിയാണ്, കൊമ്പനാനയാണ്, ചന്ദ്രന്റെ കൂട്ടിരിക്കുവാണ്, ആനയുടെ കൂട്ടിരിക്കുവാണ്, ഗണപതിയുടെ കൂട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ട് നിർത്തി. സുരേഷ് ഗോപിക്കെതിരെ അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് പ്രതാപനെ മാറ്റി. പ്രധാനം ഓക്കെ, പ്രധാനം അറിയാം അവിടെ പ്രധാനം മാറാൻ നിന്നതാ. പ്രധാനം അവിടെ നിൽക്കാതിരുന്നാലേ ഈ പ്രാവശ്യം നിയമസഭ നിൽക്കാനൊക്കത്തില്ല. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നതാ. അന്നേരം അദ്ദേഹത്തെ കൊണ്ടുവരും. ഇയാളൊരു പുങ്കനാണെന്നല്ല, ഇയാൾ അവിടെ ഇല്ല എഴുന്നള്ളി അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് എന്തെല്ലാം പറഞ്ഞു. തലേന്ന് വോട്ടിടുന്നതിന്റെ തലേന്നെങ്കിലും ഈ മനുഷ്യനെടുത്ത് ചോദിച്ചു നിങ്ങൾ ജയിക്കുമോ? അന്നേരം പറഞ്ഞു ഞാനാ ജയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി അത് 3ാം സ്ഥാനത്ത് 8 മണിയാകുമ്പോഴേ പോകുന്നത്. രാവിലെ 8 മണിയായപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് വന്നു. 3ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ദയനീയം. അത് ഇത് ഇനി ഇയാളെ വീണ്ടും വഹിക്കാനാ. പാലക്കാട് ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ പറയുന്നു ആര് നിൽക്കണം? കെ മുരളീധരൻ നിൽക്കണം. കെ മുരളീധരൻ അറിയാം അടുത്ത പണിയാണ്, മനസ്സിലാവുന്നുണ്ട്. എവിടെ നിന്നാലും ജയിക്കാത്ത അവസ്ഥ എനിക്കറിയാം. അപ്പൊ തിരുവനന്തപുരത്ത് പോലും പുള്ളിക്ക് ഉറപ്പില്ല. വട്ടിയൂർക്കാവിൽ അദ്ദേഹം 2 പ്രാവശ്യം ജനകീയ MLA ആയിട്ട് നിന്നിടത്ത് പോലും നിൽക്കാൻ അദ്ദേഹത്തിന് ഉറപ്പില്ല. നിവർത്തിയിട്ടാണ് നിൽക്കുന്നത്. ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യത്തെ പറ്റി ഉറപ്പില്ല എന്ന് വെച്ചാൽ സംശയമാണ്. ആ സ്ഥാനത്താണ് പാലക്കാട് കോൺഗ്രസിന്റെ ആര് നിന്നാലും ഈ പ്രാവശ്യം കൂടെ കോൺഗ്രസ് ജയിക്കുന്ന ഒരു അവസ്ഥയില്ല. ആ സ്ഥാനത്താണ് BJP-യുടെ ജനകീയ മുഖമുള്ള BJP-ക്കാർ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ വെളിയിൽ നിന്ന് വന്നപ്പോൾ BJP-ക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് അവര് ഈ നേതാവിനെ കണ്ട് BJP-ക്ക് അപ്പുറമുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് ഏതാണ്ട് 14% വോട്ടിംഗ് മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെക്കാട്ടി വ്യത്യാസം വരുത്തി BJP-യുടെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഇവിടെ വന്നാൽ, BJP ഒരേ മനസ്സോടെ നിന്നാൽ, BJP കാൻഡിഡേറ്റിനെ ആരായാലും ജയിപ്പിക്കുന്ന, അതിനകത്തൊരു ഗ്രൂപ്പില്ലാത്ത ഒരേ മനസ്സോടുകൂടി നിന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പാലക്കാട് MLA ഉണ്ടാകും. അത് BJP-യുടേതായിരിക്കും. പാലക്കാട് ഏതാണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നെങ്കിൽ മാത്രമേ മാറ്റത്തുള്ളൂ. ശോഭ എടുത്താൽ ചോദിച്ചിരിക്കും നിങ്ങൾ ഇനി എവിടെ മത്സരിക്കണം? കാരണം ശോഭാ സുരേന്ദ്രന് 7 മണ്ഡലത്തിൽ ശോഭയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ അല്ലെങ്കിൽ BJP-ക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ശോഭയ്ക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പാലക്കാട്. മറ്റ് പല എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം വെച്ചിട്ട് നിയമത്തെക്കാട്ടിലും വട്ടിയൂർക്കാവിനെക്കാട്ടിലും, കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ മണ്ഡലം, 3-4 ജയിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ മണ്ഡലം, അല്ലെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷമുള്ള മണ്ഡലം, ഏതാണ്ട് 7000-ഓളം വോട്ട് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന BJP നിൽക്കുന്ന മണ്ഡലം, അതിനെക്കാട്ടിൽ ഇപ്പോൾ സാധ്യത ഈ പറയുന്ന പാലക്കാടാണ്. കാരണം പാലക്കാട് ആരെ നിർത്തിയാലും കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസ് ഒന്നാമത് നിൽക്കുകയാണ്. ആ ജയിക്കാത്ത സ്ഥലത്ത് പിന്നെ ആ 1ാം സ്ഥാനത്തിലേക്ക് ഈസി ആയിട്ട് BJP-ക്ക് വരാൻ സാധിക്കും. പാലക്കാട്ട് BJP MLA ഉണ്ടാകും. അതിന് കാരണം ഇത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.